ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് കുറച്ച് കടല ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദാണ്ടെ ഞാനിവിടെ ഒരു കപ്പോളം കടല എടുത്ത് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തതാണ്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കടല തന്നെ എടുക്കണമെന്നില്ല, മറ്റേ വെള്ളക്കടലയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസാണ് കേട്ടോ, തക്കാളിയും ഒരു മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം, അതായത് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. രാവിലെയൊക്കെ ധൃതി പിടിച്ചൊക്കെ ഓടി ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. അപ്പോൾ അതാണ്ട് 4 വിസിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ തക്കാളിയും ഉരുളക്കിഴങ്ങും ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് മാറ്റാം. ആ തക്കാളീൻ്റെ തൊലി ഞാനങ്ങ് കളയുന്നുണ്ട്. ഇതുപോലെ തന്നെ എടുത്തങ്ങ് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ആ തക്കാളിയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ആ കടലയുണ്ടല്ലോ, ഈ കടലയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം കടലയും കൂടെ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഒന്ന് തണുത്തിട്ട് അരച്ചെടുത്താൽ മതി. വേണ്ട, ഞാനിത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കടലയും മാറ്റി വെക്കാം. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു സവാള ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു പുതിയ ചോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഇട്ട് അരിഞ്ഞെടുത്തതാണ്, ഒരുപാട് അങ്ങ് കുഞ്ഞിതാക്കിയിട്ടില്ല. അണ്ട് ഈ ഒരു സൈസിനാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ സവാളേൻ്റെ ഒക്കെ നിറമൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് വഴണ്ട് കിട്ടും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ പേരിലും പിന്നെ കുറച്ചല്ലേ ഉള്ളൂ സവാള, പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ അതാണ്ട് സവാളേൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സ്റ്റേജിലാണ് എത്തേണ്ടത്. അപ്പം ഇതുവരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ടാവും. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം ഗരം മസാല ചേർത്താലും മതിയാവും ചിക്കൻ മസാലയ്ക്ക് പകരം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഗരം മസാലയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചിക്കൻ മസാല ചേർത്തത്. എനിക്ക് കടലക്കറി ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഗരം മസാലയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയൊക്കെ ചേർത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ചേർക്കാം. അപ്പം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ അത് പേസ്റ്റ് ആക്കുന്നതൊന്നും കാണിച്ചില്ല. മിക്സിയുടെ ജാറിൽ നമ്മൾ ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങും തക്കാളിയും കുറച്ച് കടലയും കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെ ചേർത്താണ് അടിച്ചെടുത്തത്. അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ബാക്കിയിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഒന്നും കൂടെ നന്നായിട്ട് മസാലയായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചതോ ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ഈ കറി ഉണ്ടല്ലോ ഭയങ്കര ക്രീമിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, വേവിച്ചെടുത്ത കടല, അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഉപ്പൊക്കെ ഈ ഒരു സമയം നോക്കണേ. അപ്പോൾ നമ്മൾ കടല വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത്. ആകെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ ഇന്ന്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണേ. കാര്യം കുറച്ച് വെള്ളം ഒഴിച്ചത് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിത്തിരി കൂടെ വറ്റട്ടെ. അപ്പോൾ ദാണ്ടെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ്. എപ്പോഴും ഒരേപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്. പുട്ടിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിന്നിത് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശേൻ്റെ കൂടെ ആണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ബൈ ബൈ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് കാണാവേ.